ഹായ് നമസ്കാരം. അറിവിന്റെ പേടകം എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ ചോദ്യം നോക്കിയേ. ഗാസയിൽ നടക്കുന്ന യുദ്ധത്തിൽ ജനരോക്ഷം വർദ്ധിപ്പിച്ചതിനാൽ ഇസ്രായേൽ പാസ്പോർട്ടുമായുള്ള സന്ദർശകരുടെ പ്രവേശനം നിരോധിച്ച രാജ്യം ഏതാണ് എന്നാണ് ചോദ്യം. അല്ലെ, ഇറാനാണോ, മാലദ്വീപാണോ, ഇന്തോനേഷ്യ ആണോ, ശ്രീലങ്കയാണോ? ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ ബി അല്ലെ, മാലദ്വീപാണ് ആൻസർ. ഏതാണ്? മാലദ്വീപാണ്. ദെൻ 2008-2009 വർഷത്തിലെ ശീതകാലത്ത് അല്ലെ തെക്കൻ ഇസ്രായേലിലും ഗാസ ചീന്തിയിലും വെച്ച് നടന്ന 3 ആഴ്ച നീണ്ടു നിൽക്കുന്ന ഇസ്രായേൽ ഹമാസ് പോരാട്ടമാണ് എന്ത്? ഗാസ യുദ്ധം എന്ന് പറയുന്നത്. ദെൻ ഓപ്പറേഷൻ കാസ്റ്റ് ലീഡ് അല്ലെ, ഓപ്പറേഷൻ കാസ്റ്റ് ലീഡ് എന്ന് നാമകരണം ചെയ്യപ്പെട്ട ഈ ആക്രമണം എപ്പോഴാണ് മക്കളെ? 2008 ഡിസംബർ 27 ഗാസ ചിന്തിൽ ഇസ്രായേലാണ് തുടക്കമിട്ടത് എന്നും കൂടി ഓർത്തു വെക്കുക. ക്ലിയർ ആണ്? എപ്പോഴാണ്? 2008 ഡിസംബർ 27 അറബ് ലോകത്ത് ഈ ആക്രമണം ഗാസ കൂട്ടക്കൊല എന്ന് അറിയപ്പെടുന്നു. എന്താ പേര്? ഗാസ കൂട്ടക്കൊല എന്നാണ് അറബ് ലോകത്ത് ഈ ആക്രമണം അറിയപ്പെട്ടിരുന്നത്. ദെൻ ഇസ്രായേലി മാധ്യമങ്ങൾ ഈ ആക്രമണത്തെ വിശേഷിപ്പിച്ചത് തെക്കൻ മേഖലയിലെ യുദ്ധം എന്നാണ് വിശേഷിപ്പിച്ചത്. നിലവിൽ 2023 ഒക്ടോബർ 7 മുതൽ പാലസ്തീൻ ഇസ്രായേൽ യുദ്ധം ഗാസയിൽ നടക്കുന്നു എന്നാണ്. അപ്പൊ ഗാസയുമായി ബന്ധപ്പെട്ട കുറച്ച് ഫാക്ട്സ് ആണ്, ഒന്ന് മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണോ? ദെൻ അടുത്ത ചോദ്യം നോക്കിയേ. താഴെ തന്നിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായ വ്യക്തി ആരാണെന്ന് തിരിച്ചറിയുക. ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് അല്ലെ. ദെൻ എന്താണ്? 1952 ഒറീസയിൽ ഗവർണറായി ചുമതലയേറ്റു. സർദാർ പട്ടേലിനും നെഹ്റുവിനൊപ്പം നിർണായക പങ്കുവഹിച്ച് നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ ദെൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു. ആരാണ് നോക്കാം? വി ഗിരി, ദെൻ KM പണിക്കർ, C ശങ്കരൻ നായർ, VP മേനോൻ. അപ്പൊ എല്ലാവർക്കും അറിയാലോ എന്ത്? ഈ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ആൻസർ അറിയാൻ പറ്റും. ഏതാണ്? VP മേനോൻ ആണ്. ഏതാണ് മക്കളെ? VP മേനോൻ ആണ് ആൻസർ. അതുമായി ബന്ധപ്പെട്ട് കുറച്ച് SCERT ഫാക്ട്സും കൂടെ നോക്കാം. 1894 എവിടെയാണ്? പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്ത് ജനിച്ചു. ദെൻ സ്കൂൾ ജീവിതത്തിന് ശേഷം വിവിധ മേഖലകളിൽ ജോലി നോക്കി. പിന്നീട് ഡൽഹി സെക്രട്ടേറിയറ്റിൽ ഒരു ക്ലർക്കായി ജോലി നേടി. ഇംഗ്ലീഷ് ഭാഷയിൽ പ്രാവീണ്യം ഉണ്ടായിരുന്നതിനാൽ അദ്ദേഹത്തെ ഗവൺമെന്റ് നിരവധി ചുമതലകൾ ഏൽപ്പിച്ചു. സർദാർ പട്ടേലിനും നെഹ്റുവിനൊപ്പം എന്താണ്? നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നിർണായക പങ്കുവഹിച്ചു. 1952 ഒറീസയിൽ ഗവർണറായി ചുമതലയേറ്റു. ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ അല്ലെ, ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്നീ ഗ്രന്ഥങ്ങളുടെ കർത്താവാണ്. അപ്പൊ എവിടെന്നാ ചോദ്യങ്ങൾ അവിടെ കയറി വന്നിരിക്കുന്നത്? നമ്മള് SCERT എന്നാണ് ചോദ്യം കയറി വന്നിരിക്കുന്നത്. ക്ലിയർ ആണോ? VV ഗിരി ആരാണ് നോക്കാം. മുഴുവൻ പേരെന്താണ്? വരാഹഗിരി വെങ്കടഗിരി എന്നാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ആക്ടിംഗ് രാഷ്ട്രപതിയായിരുന്നു ആര്? VV ഗിരി. 1967 മുതൽ അല്ലെ 1969 വരെ ഉപരാഷ്ട്രപതിയായിരിക്കും. ഉപരാഷ്ട്രപതി സ്ഥാനം രാജിവെച്ച് രാഷ്ട്രപതിയാകുകയും ചെയ്ത ആദ്യ വ്യക്തി ആരാണ്? അത് VV ഗിരിയാണ്. ഏറ്റവും കുറച്ച് ഭൂരിപക്ഷത്തിൽ വിജയിച്ച രാഷ്ട്രപതി കൂടി ആര്? VV ഗിരിയാണ്. നെഹ്റു മന്ത്രിസഭയിൽ തൊഴിൽ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നതും പിന്നീട് ശ്രീലങ്കയിലെ ഇന്ത്യൻ ഹൈ കമ്മീഷണർ ആകുകയും ചെയ്ത ശേഷം രാഷ്ട്രപതിയായ വ്യക്തിയാണ് ആര്? VV ഗിരി. ഒറീസയിൽ ജനിച്ച രാഷ്ട്രപതി കൂടിയാണ് ആര്? VV ഗിരി. കേരളത്തിൽ ഗവർണർ പദവി അലങ്കരിച്ചിട്ടുള്ള രാഷ്ട്രപതി ആരാണ്? VV ഗിരിയാണ്. 1971 അടിയന്തരാവസ്ഥ സമയത്ത്
ആദ്യത്തെ ഇന്ത്യൻ രാഷ്ട്രപതി. വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1971 അടിയന്തരാവസ്ഥ സമയത്ത് ഇന്ത്യൻ രാഷ്ട്രപതി ആരായിരുന്നു? VV ഗിരി ആയിരുന്നു. ജോബ് ഫോർ മില്യൺസ് എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ് മക്കളെ? അതാണ് VV ഗിരി. എന്താണ്? ജോബ് ഫോർ മില്യൺസ് എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് VV ഗിരിയാണ്. ദെൻ KM പണിക്കർ അല്ലെ. എന്താണ്? കാവാലം മാധവ പണിക്കർ അല്ലെ. രാജ്യസഭയിലെ ആദ്യ മലയാളിയായിരുന്നു ആര്? KM പണിക്കർ. ഏത് സമയത്തായിരുന്നു? 1956 മുതൽ 1966 വരെ. ചോദ്യം ചിലപ്പോൾ ചോദിക്കാം. ഏത് സമയത്താണ്? ഏത് കാലഘട്ടത്താണ്? 1956 മുതൽ 1966 വരെ. ഐക്യരാഷ്ട്രസഭയിലെ ആദ്യ ഇന്ത്യൻ സംഘത്തെ നയിച്ച വ്യക്തി കൂടിയാണ് ആര്? കാവാലം മാധവ പണിക്കർ. കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ അധ്യക്ഷൻ ആരാണ്? KM പണിക്കരാണ്. പഴശ്ശിരാജയെ കുറിച്ച് കേരള സിംഹം എന്ന കൃതി രചിച്ചത് അല്ലെ. കേരള സിംഹം വളരെ ഇമ്പോർട്ടന്റ്. ഒരുപാട് പ്രാവശ്യം ചോദ്യം അല്ലെ. കേരള സിംഹം എന്ന പഴശ്ശിരാജയെ കുറിച്ച് ചോദിച്ചത് ഒരുപാട് പ്രാവശ്യം PSC ആവർത്തിച്ച ചോദ്യമാണ്. അപ്പൊ പഴശ്ശിരാജയെ കുറിച്ച് കേരള സിംഹം എന്ന കൃതി രചിച്ചത്. ഏതൊക്കെയാണ് മറ്റു കൃതികള്? പറങ്കി പടയാളി ചോദിച്ചിട്ടുണ്ട്. ദ്വരാശിനി, കല്യാണമൽ, എന്താണ്? ധൂമകേതുവിന്റെ ഉദയം, 2 ചൈനകൾ തുടങ്ങിയവയാണ്. അപ്പൊ പറങ്കി പടയാളി ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ധൂമകേതുവിന്റെ ഉദയം റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. ദെൻ ദ്വരാശിനി ഇതൊക്കെ ആരുടെയാണ്? KM പണിക്കറിയാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. C ശങ്കരൻ നായർ അല്ലെ. INC-യുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ അല്ലെ. എന്താണ്? പത്രപ്രവർത്തകൻ, അഭിഭാഷകൻ, ന്യായാധിപൻ, വിദ്യാഭ്യാസ വിദഗ്ധൻ, പൊതുപ്രവർത്തകൻ എന്നീ മേഖലകളിൽ പ്രശസ്തനായിരുന്നു. 1897 അല്ലെ. 1897 കോൺഗ്രസിന്റെ 13ാം സമ്മേളനത്തിൽ അമരാവതിയിൽ വെച്ച് നടന്നപ്പോൾ അധ്യക്ഷതാ പദവി വഹിച്ചത് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. C എന്താണ്? ചേറ്റൂർ ശങ്കരൻ നായർ എന്നാണ്. INC പ്രസിഡന്റായ ഏക മലയാളി കൂടിയാണ്. വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗമായ ഏക മലയാളി ആരാണ്? അതാണ് C ശങ്കരൻ നായർ. ദെൻ 1919 ഏത് കൂട്ടക്കൊലയാണ്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്നും രാജിവെച്ച വ്യക്തി കൂടി ആരാണ്? C ശങ്കരൻ നായർ. ദെൻ അടുത്തത് എന്താണ് നോക്കാം. ശങ്കരൻ നായർ ഗാന്ധിജിയുടെ നിലപാടുകളെ ശക്തമായി എതിർക്കുകയും ഇദ്ദേഹത്തെ പറ്റി ഗാന്ധിജിയും അരാജകത്വം എന്ന പുസ്തകം എഴുതുകയും ചെയ്തു. അപ്പൊ ഏതാണ്? വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഫാക്ട്സ്. ഏതൊക്കെയാണ്? ഗാന്ധിജിയും അരാജകത്വം എന്ന പുസ്തകം ആരുടെയാണ്? ശങ്കരൻ നായരുടെയാണ്. സൈമൺ കമ്മീഷന് മുന്നിൽ ഹാജരാവുകയും ഇന്ത്യക്ക് പുത്രികാരാജ്യ പദവി നൽകണമെന്ന് ആവശ്യപ്പെട്ട വ്യക്തിയും കൂടി ആരാണ്? ചേറ്റൂർ ശങ്കരൻ നായർ ആണ്. 1904 കമാൻഡർ ഓഫ് ദ ഇന്ത്യൻ എംപറർ പദവിയും 1912 സർ പദവിയും ബ്രിട്ടീഷ് സർക്കാർ നൽകിയ വ്യക്തി കൂടി ആരാണ്? C ശങ്കരൻ നായരാണ്. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കുക. കമാൻഡർ ഓഫ് ദ ഇന്ത്യൻ എംപറർ അല്ലെ പദവിയും അതുപോലെ 1912 സർ പദവിയും ബ്രിട്ടീഷ് സർക്കാർ നൽകിയ വ്യക്തി കൂടി ആരാണ്? C ശങ്കരൻ നായരാണ്. ക്ലിയർ ആണോ? താഴെ പറയുന്ന സ്ഥലങ്ങളിൽ നാറ്റോയുടെ ആസ്ഥാനം ഏതാണ്? പാരീസ്, ബ്രസൽസ്, എന്താണ്? ബെർലിൻ, ജനീവ. ഏതാണ് മക്കളെ? ഓപ്ഷൻ ബി അല്ലെ. ബ്രസൽസ് ആണ്. ബെൽജിയത്തിലെ ബ്രസൽസ് ആണ്. നാറ്റോ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചോദ്യം കയറി വരുന്നത് കാരണം 2023 എന്താണ്? 75ാം വാർഷികത്തിന് പ്രമാണിച്ചിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ചിലപ്പോൾ കയറി വരുന്നത്. നാറ്റോ എന്താണ് നോക്കാം. നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ അല്ലെ. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം അമേരിക്കയുടെ സഖ്യരാജ്യങ്ങൾ USSRനെതിരെ രൂപീകരിച്ച സംഘടനയാണ്. ഏതാണ് മക്കളെ? അതാണ് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ അല്ലെങ്കിൽ നാറ്റോ എന്ന് പറയുന്നത്. നാറ്റോ എപ്പോഴാണ് രൂപീകൃതമായത്? 1949 നാറ്റോയുടെ ആസ്ഥാനം ബ്രസൽസ് അല്ലെ. ബ്രസൽസ് ബെൽജിയത്തിലെ. നാറ്റോയുടെ ഔദ്യോഗിക ഭാഷകൾ ഏതൊക്കെയാണ്? ഇംഗ്ലീഷും അതുപോലെ ഫ്രഞ്ചുമാണ്. ഇംഗ്ലീഷും അതുപോലെ ഫ്രഞ്ചുമാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. നാറ്റോയുടെ ആദ്യത്തെ സെക്രട്ടറി ജനറൽ
ജനറൽ ആണ് ലോസ് ഇസ്മായ. എന്താണ്? നാറ്റോയുടെ ആദ്യത്തെ സെക്രട്ടറി ജനറൽ ആണ് ലോർഡ് ഇസ്മായാണ്. ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ മാർക്ക് റൂറ്റെയാണ്. ആരാണ് മക്കളെ? ഇപ്പോഴത്തെ മാർക്ക് റൂറ്റെയാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. നാറ്റോ വേർത്ത് സീറ്റോവും സെന്റോവും കൂടെ ഒന്ന് നമുക്ക് നോക്കാം. എന്താണ് സീറ്റോ? സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ ട്രീറ്റി ഓർഗനൈസേഷൻ ആണ് എന്ത് സീറ്റോ എന്ന് ഷോർട്ട് ഫോമിൽ പറയുന്നത്. സീറ്റോ നിലവിൽ വന്ന വർഷം 1954 മണിലയിലാണ് കേട്ടോ. 1955 മുതൽ സീറ്റോയുടെ ആസ്ഥാനം ബാങ്കോക്ക് ആക്കി. ആദ്യം മണിലയായിരുന്നു, പിന്നെ 55 മുതൽ എന്താണ് ബാങ്കോക്ക് ആക്കി മാറ്റി. ദെൻ തെക്ക് കിഴക്കൻ ഏഷ്യയിൽ പടരുന്ന സ്ഥിതി സമത്വത്തെ ഇല്ലാതാക്കുക എന്നതായിരുന്നു സീറ്റോയുടെ ലക്ഷ്യം എന്ന് മനസ്സിലാക്കി വെക്കുക. സീറ്റോ പിരിച്ചുവിട്ട വർഷമാണ് 1977. then എന്താണ് സെന്റോ? സെൻട്രൽ ട്രീറ്റി ഓർഗനൈസേഷൻ നിലവിൽ വന്നത് 1955 ബാഗ്ദാദ് ഉടമ്പടി സംഘടന എന്ന് അറിയപ്പെടുന്ന ഏതാണ്? അതാണ് സെന്റോ. ആസ്ഥാനം അങ്കാറ, തുർക്കിയിലെ അങ്കാറയാണ്. പിരിച്ചുവിട്ട വർഷം എപ്പോഴാണ്? അതും 1979 നിലവിൽ വന്നത് 55 എന്നും കൂടി മനസ്സിലാക്കുക. ഇത് വളരെ ഇമ്പോർട്ടന്റ്. ഏതാണ്? നാറ്റോ ആണ്. ദെൻ അടുത്ത ചോദ്യം നോക്കിയേ. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ഏതാണ്? സമത്വ സമാജം അല്ലെ? അയ്യങ്കാളിയാണോ? ആത്മവിദ്യാ സംഘം വാഗ്ബടാനന്ദൻ, സഹോദര പ്രസ്ഥാനം ശ്രീനാരായണ ഗുരു, യോഗക്ഷേമ സഭ. ഏതാണ് മക്കളെ അതിൽ ശരിയായത്? ഓപ്ഷൻ സി ആണ് അല്ലെ. 2ഉം 4ഉം മാത്രല്ലേ ശരിയുള്ളത്? 2ഉം 4ഉം അല്ലെ. 2ഉം 4ഉം. സമത്വ സമാജം ആരെയാണ്? വൈകുണ്ഠ സ്വാമിയാണ് അല്ലെ. ആരെയാണ്? വൈകുണ്ഠ സ്വാമിയുടെയാണ്. ദെൻ സഹോദര പ്രസ്ഥാനം സഹോദരൻ അയ്യപ്പന്റെയാണ് എന്നും കൂടി ഓർത്തു വെക്കുക. ക്ലിയർ ആണോ? ദെൻ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് ഫാക്ട്സും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എക്സാമിന് ഒരുപാട് ഈ സമത്വ സമാജം ഇല്ലാതെ ഒരു BSc പരീക്ഷ ഇല്ലാന്ന് തോന്നുന്നത്. ദെൻ വൈകുണ്ഠസ്വാമി ആരാണ്? 1809 മുതൽ 1851 കാലഘട്ടമാണ് കേരളത്തിലെ സാമൂഹ്യ പരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിച്ച ആദ്യകാല നവോത്ഥാന പ്രസ്ഥാനമായ എന്ത് സമത്വ സമാജം രൂപീകരിച്ച് സമ്പൂർണ്ണദേവൻ എന്നറിയപ്പെടുന്ന അല്ലെ. സമത്വ സമാജം സ്ഥാപിതമായ വർഷമാണ് 1836. എപ്പോഴാണ്? 1836. ദെൻ ചാനാർ ലഹളയ്ക്ക് പിന്തുണ നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവ് കൂടി ആരാണ്? വൈകുണ്ഠ സ്വാമിയാണ്. ബ്രിട്ടീഷ് ഭരണത്തെ എന്ത് വിശേഷിപ്പിച്ചു? വെണ്ണീച്ച ഭരണം എന്നും അല്ലെ. തിരുവിതാംകൂർ ദിവാന്റെ ഭരണത്തെ അനന്തപുരിയിലെ നീച്ചന്റെ ഭരണം എന്നും വിശേഷിപ്പിച്ചു. ദെൻ വൈകുണ്ഠ സ്വാമികൾ സ്ഥാപിച്ച ക്ഷേത്രങ്ങൾ അറിയപ്പെടുന്ന ഏത് പേരിലാണ്? നിഴൽ താങ്കൾ അല്ലെ. നിഴൽ താങ്കൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏതാണ്? ചാനാർ ലഹളയ്ക്ക് പിന്തുണ നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? വൈകുണ്ഠ സ്വാമിയാണ്. സമത്വ സമാജം സ്ഥാപിതമായ വർഷം 1836 കൂടിയാണ്. അയ്യങ്കാളി നോക്കാം. വിദ്യാഭ്യാസ അവകാശങ്ങൾ സ്ഥാപിച്ചെടുക്കുന്നതിനായി അയ്യങ്കാളി വെങ്ങാനൂരിൽ എന്ത് സ്ഥാപിച്ചു? കുടിപ്പള്ളിക്കൂടം സ്ഥാപിച്ചു. എപ്പോഴാണ്? 1905 അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്ന കർഷക തൊഴിലാളി സമരം ഏത് പേരിൽ അറിയപ്പെടുന്നു? 90-ാം ആണ്ട് സമരം അല്ലെ. 90-ാം ആണ്ട് സമരം ആരുമായി ബന്ധപ്പെട്ടതാണ് ചോദിക്കുകയാണെങ്കിൽ ആരാണ് മക്കളെ? അയ്യങ്കാളിയാണ്. ദെൻ പിന്നോക്ക സമുദായങ്ങളുടെ സാമൂഹികവും അതുപോലെ സാമ്പത്തികവുമായ മോചനത്തിനായി അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സംഘടന ഏതാണ്? അതാണ് സാധുജന പരിപാലന സംഘം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ സാധുജന പരിപാലന സംഘം സ്ഥാപിച്ച വർഷം 1907 അതും ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. ഏത് വർഷമാണ് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത്? 1907.
ഈ ഫാക്ട്സ് എല്ലാം എക്സാമിന് ചോദിച്ച ഫാക്ട്സ് ആണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. അവരുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ നമുക്ക് വരും ദിവസങ്ങൾ പഠിക്കാം. പിന്നോക്ക ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്ക് ജാതി ചിഹ്നത്തിന്റെ അടയാളമായി കല്ലുകൊണ്ടുള്ള ആഭരണങ്ങൾ അല്ലെ അണിയണമെന്നുള്ള സാമൂഹ്യ തിന്മകൾക്കെതിരെ അയ്യങ്കാളി നടത്തിയ ഏത് സമരമാണ്? കല്ലുമാല സമരം. അറിയപ്പെട്ട മറ്റൊരു പേരാണ് എന്ത്? പെരിനാട് ലഹള. എക്സാമിന് പെരിനാട് ലഹള ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റേഷൻ ആണ്. ഏത് വർഷമാണ്? 1915 ക്ലിയർ ആണോ? വാഗ്ബടാനന്ദൻ അല്ലെ, വയലേരി കുഞ്ഞിക്കണ്ണൻ എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തി ആരാണ്? വാഗ്ബടാനന്ദനാണ്. വയലേരി കുഞ്ഞിക്കണ്ണന് വാഗ്ബടാനന്ദൻ എന്ന പേര് നൽകിയത് ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ആരാണ് മക്കളെ? ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. കാവി ഉപേക്ഷിച്ച് ഖദർ ധരിച്ച ഒരേ ഒരു നവോത്ഥാന നായകൻ ആരാണ്? വാഗ്ബടാനന്ദനാണ് അല്ലെ. വിശ്വസിച്ചിരുന്ന ദർശനം ഏതാണ്? അദ്വൈത ദർശനം. ആരുമായി ബന്ധപ്പെട്ടതാണ്? വാഗ്ബടാനന്ദനുമായി ബന്ധപ്പെട്ടതാണ്. 1927 അല്ലെ ഏത് ഭോജനമാണ്? പ്രീതി ഭോജനം നടത്തിയത് ആരാണ്? വാഗ്ബടാനന്ദനാണ്. 1917 ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചു. 1927 ഏതാണ്? പ്രീതി ഭോജനം. 1917 എന്ത്? ആത്മവിദ്യാ സംഘവും സ്ഥാപിച്ചു. ശ്രീനാരായണ ഗുരു അല്ലെ, നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവാണ്. 1900 ജനിച്ചപ്പോൾ നമുക്കറിയാം അല്ലെ, 1856 മരണപ്പെട്ടത് 1928 1903 മെയ് മാസം 15 ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം SNDP അല്ലെ സ്ഥാപിച്ചു. ആദ്യകാല കൃതി ഏതാണ്? ഗജേന്ദ്ര മോക്ഷം വഞ്ചിപ്പാട്ടാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന വരികളുടെ ഗുരുവിന്റെ പുസ്തകം ഏതാണ്? അതാണ് ജാതി മീമാംസ. ഏതാണ് മക്കളെ? ജാതി മീമാംസയാണ് അല്ലെ. ഏതാണ്? അരിയപ്പുറം ശിവപ്രതിഷ്ഠിച്ച ക്ഷേത്രമൊക്കെ 1888 അല്ലെ. ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ്? സഹോദരൻ അയ്യപ്പൻ അല്ലെ. സഹോദരൻ വന്നു പോയി, ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ് കേട്ടോ. സഹോദരൻ അയ്യപ്പൻ 1917 സഹോദര സംഘം സ്ഥാപിച്ചു. 1917 എന്താണ്? മിശ്രഭോജനം അല്ലെ. പ്രീതിഭോജനം നമ്മൾ അപ്പോഴേ പഠിച്ചല്ലേ, വാഗ്ബടാനന്ദൻ. ഇത് 1917 മിശ്രഭോജനം ആരുമായി ബന്ധപ്പെട്ടതാണ്? സഹോദരൻ അയ്യപ്പനാണ്. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യനെ എന്ന് പറഞ്ഞ സാമൂഹ്യ പരിഷ്കർത്താവാണ് ആര്? സഹോദരൻ അയ്യപ്പൻ. ചേറായിൽ വിദ്യാഭോഷിണി സഭ സ്ഥാപിച്ചു അല്ലെ. ചേറായിൽ എന്താണ്? വിദ്യാഭൂഷണി സഭ സ്ഥാപിച്ചു. കേരളത്തിലെ ആധുനിക പ്രസംഗ കലയുടെ പിതാവ്, അത് ചോദിച്ചിട്ടുണ്ട്. കേരളത്തിലെ ആധുനിക പ്രസംഗ കലയുടെ പിതാവ് എന്നറിയപ്പെടുന്ന സഹോദരൻ അയ്യപ്പനാണ്. VT ഭട്ടതിരിപ്പാട് 1908 യോഗക്ഷേമ സഭ സ്ഥാപിച്ചു അല്ലെ. നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്ന മുദ്രാവാക്യവുമായി ബന്ധപ്പെട്ടത് ആരാണ്? VT ഭട്ടതിരിപ്പാടാണ്. അതൊന്നും ശ്രദ്ധിക്കുക. അന്തർജന സമാജം, ബഹുമത സമൂഹം എന്നിവ സ്ഥാപിച്ചു. കുടുംബ മുറിക്കൽ അല്ലെ, പരിവേദനം എന്നിവയ്ക്ക് നേതൃത്വം നൽകിയ വ്യക്തി ഏതാണ്? ആരാണ്? VT ഭട്ടതിരിപ്പാണ്. ആദ്യ കഥാസമാഹാരമാണ് രജനീ രംഗം. ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റേഷൻ ആണ്. ആദ്യ കഥാസമാഹാരം ഏതാണ് മക്കളെ? രജനീ രംഗമാണ്. ഉണ്ണി നമ്പൂതിരി, യോഗക്ഷേമം, പാശുപതം, ഉദ്ബുദ്ധ കേരളം തുടങ്ങിയ പത്രങ്ങളുടെ പത്രാധിപരായിരുന്നു ആര്? നവോത്ഥാന നായകൻ ആരാണ്? VT ഭട്ടതിരിപ്പാടാണ്. ഇത്രയും ഫാക്ട്സ് നമ്മൾ ഒരു ക്ലാസ്, ഒരു ക്വസ്റ്റിനുമായി ബന്ധപ്പെട്ട് പഠിക്കുന്നുണ്ട് കേട്ടോ. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഓക്കെ, CRTയും കൂടെ ഒന്ന് പഠിച്ചു പോകാം. വൈകുണ്ഠസ്വാമി സാമൂഹ്യ പരിഷ്കർത്താവ്, അവരുടെ പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാ നോക്കാം. SCRTD ആണ്. വൈകുണ്ഠസ്വാമി ഏതാണ്? സമത്വ സമാജം. ഈ ക്വസ്റ്റ്യൻ എന്താണ് കയറി വന്ന് SCRT തന്നെയാണ് കേട്ടോ. നമുക്ക് റാങ്ക് ഫയലൊക്കെ പഠിക്കാനുണ്ടെങ്കിലും ക്വസ്റ്റ്യൻസ് കയറി വന്ന് എവിടെ നിന്നാണ് മക്കളെ? SCRT എന്നാണ്. നോക്കിയേ, വൈകുണ്ഠസ്വാമിയുടെ ഏതാണ്? സമത്വ സമാജമാണ്. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം നമുക്കറിയാം ഗുരുവിന്റെയാണ്.
അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിച്ചത് ആരാണ്? ഏലിയാസ് ചാവറയച്ചൻ അല്ലെ. അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിച്ചത് ആരാണ് മക്കളെ? കുര്യാക്കോസ് ഏലിയാസ് ചാവറയച്ചനാണ്. സാധുജന പരിപാലന സംഘം അയ്യങ്കാളിയാണ്. സാധുജന പരിപാലന സംഘം അയ്യങ്കാളിയാണ്. തിരുവിതാംകൂർ മുസ്ലിം മഹാസഭ വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. തിരുവിതാംകൂർ മുസ്ലിം മഹാസഭ ആരെയാ മക്കളെ? വക്കം അബ്ദുൽ ഖാദർ ആണ്. ആത്മവിദ്യാ സംഘം വാഗ്ബടാനന്ദൻ. സഹോദര പ്രസ്ഥാനം അല്ലെ, സഹോദരൻ അയ്യപ്പൻ. നമ്മൾ അപ്പോൾ ഇതില് ക്വസ്റ്റ്യനിൽ മാറിയിട്ടല്ലേ, ശ്രീനാരായണ ഗുരു സഹോദര പ്രസ്ഥാനം വന്നിട്ടുണ്ടായിരുന്നു. ഏതാണ് സഹോദര പ്രസ്ഥാനം? ആരെയാണ്? സഹോദരൻ അയ്യപ്പനാണ്. അരയ സമാജം അല്ലെ, ഏതാണ്? പണ്ഡിറ്റ് കറുപ്പനാണ്. അരയ സമാജം ആരുടെയാണ്? പണ്ഡിറ്റ് കറുപ്പനാണ്. നായർ സർവീസ് സൊസൈറ്റി മന്നത്ത് പത്മനാഭനാണ്. യോഗക്ഷേമ സഭ VT വട്ടതിരിപ്പാടാണ്. അപ്പൊ ഈ ഒരു ബോക്സ് നന്നായിട്ടൊന്ന് പഠിച്ചു വെക്കുക കേട്ടോ.